നടക്കുമ്പോഴും ഓടുമ്പോഴുമൊക്കെ നമ്മോടൊപ്പം വന്ന് അമ്പിളിമാമൻ നമ്മെ അതിശയിപ്പിക്കാറില്ലേ? രാവിലെ പ്രത്യക്ഷപ്പെട്ട് നമ്മെ ഉണർത്തിയും വൈകിട്ട് അസ്തമിച്ച് നമ്മെ ഉറക്കിയും കൃത്യസമയം കാക്കുന്ന സൂര്യനോ? ആകാശ കാഴ്ചകൾ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. യെസ്, ദി സ്കൈ ഈസ് ഫുൾ ഓഫ് അമേസിംഗ് വണ്ടേഴ്സ്. ഷൈനിങ് സൺ, glowing moon, twinkling stars and colorful rainbows. Today in EVS Unit 6, we will discover why the sky is truly magical. Hello my dears, welcome back. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ EVSലെ ചാപ്റ്റർ 6 ആണ് മാർവൽസ് ഓഫ് സ്കൈ. 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS, LSS ക്ലാസ്സുകളും കേറ്ററ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് ബിഗിൻ അവർ ലെസൺ. ലെറ്റ്സ് ഫ്ലൈ ഇൻ ടു ദ സ്കൈ. മക്കളുടെ EVS ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 106, ചാപ്റ്റർ 6 മാർവൽസ് ഓഫ് സ്കൈ. മാർവൽസ് എന്താണ് മക്കളെ? അത്ഭുതങ്ങൾ അല്ലേ, അല്ലെങ്കിൽ വിസ്മയങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ആകാശത്തെ വിസ്മയങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആകാശ കാഴ്ചകളെക്കുറിച്ച്. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ? രാത്രി സമയമാണല്ലേ, ഇറ്റ്സ് നൈറ്റ് ടൈം. കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? മൂണിനെ നോക്കി നിൽക്കുകയാണല്ലേ. ഇവിടെ 4 വരികൾ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയേ. കടലിനപ്പുറം എങ്ങോ പോയി സൂര്യൻ താണു മറയുമ്പോൾ മാനത്തമ്പിളി പൂത്തുവിടർന്നു ചുറ്റും താരകൾ മിന്നുന്നു. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സൂര്യൻ അസ്തമിക്കുന്നതിനെക്കുറിച്ചും മാനത്ത് ചന്ദ്രൻ തെളിയുന്നതിനെക്കുറിച്ചും നക്ഷത്രങ്ങൾ മിന്നിമായുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു ഒബ്സർവ് ദ സ്കൈ അറ്റ് നൈറ്റ്? നിങ്ങൾ രാത്രിയിൽ ആകാശം നിരീക്ഷിച്ചിട്ടുണ്ടോ? യെസ്. What are the sights that can be seen in the sky during night? And what about the sights in the sky during daytime? എന്തെല്ലാം കാഴ്ചകളാണ് രാത്രിയിൽ ആകാശത്ത് കാണുന്നത്? പകൽ സമയത്ത് കാണുന്നത് എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാത്രി നമുക്ക് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ ആകാശത്ത് കാണാമല്ലേ. പകൽ സമയത്ത് സൂര്യനെയും മേഘങ്ങളെയും നീലാകാശവും മഴവില്ലും ഒക്കെ കാണാം. സോ മൂൺ, സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ഇൻ നൈറ്റ് ടൈം ആൻഡ് സൺ, ക്ലൗഡ്സ്, ബ്ലൂ സ്കൈ ആൻഡ് റെയിൻബോ ഇൻ ഡേ ടൈം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഇൻ വിച്ച് ഡയറക്ഷൻ ക്യാൻ ദ സൺ ബി സീൻ ഇൻ ദ മോർണിംഗ്? അതായത് സൂര്യനെ രാവിലെ എവിടെയാണ് കാണുന്നത്? രാവിലെ എവിടെ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഡയറക്ഷനാണ് മക്കളെ? കിഴക്കല്ലേ, ഈസ്റ്റ്. ഇൻ ദ ഈവനിങ്, വൈകുന്നേരമോ? വെസ്റ്റ്, പടിഞ്ഞാറാണ്. വാട്ട് ആർ ദ സ്ഫെറിക്കൽ ബോഡീസ് സീൻ ഇൻ ദ സ്കൈ? ആകാശത്ത് ഗോളാകൃതിയിൽ എന്തൊക്കെ കാണാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർക്കുലർ ആകൃതിയിൽ എന്തൊക്കെ കാണാം? സൺ, മൂൺ ആൻഡ് പ്ലാനറ്റ്സ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇൻ വിച്ച് വി ലീവ്? നാം വസിക്കുന്ന ഭൂമിയുടെ ആകൃതി എന്താണ്? എന്താണ് മക്കളെ? ദി എർത്ത് ഈസ് സ്ഫെറിക്കൽ ലൈക്ക് എ ബോൾ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ്ലി റൗണ്ട് ഷേപ്പ്. ദിസ് ക്യാൻ ബി കോൾഡ് ജിയോയിഡ്. അതായത് ഒരു പന്ത് പോലെ ഉരുണ്ട ഷേപ്പാണ് ഭൂമിക്കുള്ളത്, പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പ് അല്ലതാനും. അങ്ങനെയുള്ള ആ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോയിഡ് എന്ന്. ആ ഷേപ്പാണ് നമ്മൾ വസിക്കുന്ന ഭൂമിക്കുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഡസ് ദ എർത്ത് മൂവ്? ഭൂമി ചലിക്കുന്നുണ്ടോ? യെസ്. ഹൗ ഡസ് ദ എർത്ത് മൂവ്? ഭൂമിയുടെ ചലനം എപ്രകാരമാണ്? യു ഓൾറെഡി നോ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്യൂർ. രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മക്കൾക്ക് അറിയാമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ ബോക്സിൽ നോക്കിയേ. എർത്ത് മൂവ്സ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. അതായത് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ മക്കളെ. ഡസ് ദ മൂൺ മൂവ് ലൈക്ക് ദ എർത്ത്? അതായത് ഭൂമി ചലിക്കുന്നത് പോലെ ചന്ദ്രനും ചലിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ചലിക്കുന്നുണ്ട് അല്ലേ. യെസ്, മൂൺ മൂവ്സ് അറൗണ്ട് ദ എർത്ത്. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത് ബൈ ഒബ്സർവിങ് ദ ഫിഗർ ഗിവൺ ബിലോ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? താഴെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ? ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ചിത്രം നോക്കിയ മക്കളെ, നടുക്ക് കൊടുത്തിരിക്കുന്നതാണ് സൺ, സൂര്യൻ. ഭൂമി കണ്ടോ? റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എർത്ത്. ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ ഈ ഭൂമിയെ ചന്ദ്രനും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്.
Okay, dears, then didn't you realize that the moon moves around the earth just as the earth moves around the sun? അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെയും ചുറ്റി സഞ്ചരിക്കുന്നു. Conduct a role play along with your classmates to demonstrate the movement of the earth around the sun and the movement of the moon around the earth. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതും കൂട്ടുകാരുമൊത്ത് ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് നന്നായിട്ട് ഉറയ്ക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് താഴെ ബോക്സിൽ തന്നിട്ടുള്ളത്. വായിച്ചു നോക്കിയേ. ദി മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ദി മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് എറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സ്ഡ് പാത്ത് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. അതായത് ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂമി സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതാണ് ഭൂമിയുടെ പരിക്രമണം, റെവല്യൂഷൻ. ഭ്രമണം റൊട്ടേഷൻ, പരിക്രമണം റെവല്യൂഷൻ. Construct a working model using balls of different size to demonstrate movement of the earth around the sun and the movement of the moon around the earth. ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതും ചന്ദ്രൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതും എങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വിവിധ വലിപ്പത്തിലുള്ള പന്തുകൾ, ബോൾസ് ഉപയോഗിച്ച് ഒരു പ്രവർത്തന മാതൃക നിർമ്മിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. Next page, the time required for one rotation of the earth is estimated as 1 day, 24 hours. Earth requires 1 year, that means 365 and quarter days to complete a revolution. Day and night on earth is the result of its rotation. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഒരു ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, 24 മണിക്കൂറായിട്ട്. 1 day means 24 hours. ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലമാണ് ഒരു വർഷം, 365 ദിവസം. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. മക്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഓരോ ദിവസവും സൂര്യൻ കിഴക്ക് ഉദിക്കുകയും ഉച്ച സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വരികയും വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട്. പക്ഷേ സൂര്യൻ യഥാർത്ഥത്തിൽ നമ്മളെ ചുറ്റിക്കറങ്ങുന്നതല്ല, പകരം ഭൂമിയാണ് അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഭൂമിയുടെ ഓരോ ഭാഗവും സൂര്യപ്രകാശത്തിലേക്ക് വരികയും ഇരുട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്, അതായത് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഒരു വശം സൂര്യന് നേരെ വരുമ്പോൾ പകലുണ്ടാകുന്നു, ആ വശം സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോഴോ രാത്രി ഉണ്ടാകുന്നു. സോ ഇവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്ന സമയമാണ് ഒരു ദിവസം, ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കുന്ന സമയമാണ് ഒരു വർഷം. ആൻഡ് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ദ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ, അതാണ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. മക്കളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി പറയാം. ദി എർത്ത്സ് ഇമാജിനറി ആക്സിസ് ഈസ് സ്ലൈറ്റ്ലി ടിൽറ്റഡ്. അതായത് ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ട് എന്ന് പറയുന്നത് ഒരല്പം ചരിവുള്ളതാണ്. ദിസ് ടിൽറ്റ് കോസസ് ദ സൺസ് റേസ് ടു ഫോൾ ഡയറക്ട്ലി ഓൺ വൺ ഹെമിസ്ഫിയർ ഓഫ് ദ എർത്ത് ആൻഡ് ഒബ്ലിക്ലി ഓൺ ദ അതർ. ഈ പറഞ്ഞ ചെറിയ ചരിവ് കാരണമാണ് സൂര്യൻ്റെ കിരണങ്ങൾ, സൂര്യരശ്മികൾ ഭൂമിയുടെ ഒരു ഹെമിസ്ഫിയറിൽ, ഒരു അർദ്ധഗോള ഭാഗത്ത് ഡയറക്റ്റായിട്ടും നേരെയും മറുഭാഗത്ത് ചരിഞ്ഞ രീതിയിലും പതിക്കുന്നത്. This create differences in temperature on earth which causes seasons. ഇത് കാരണമാണ് നമ്മുടെ ഭൂമിയിലെ താപനിലയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതും കാലങ്ങൾ മാറി മാറി വരുന്നതും. ഏതൊക്കെ കാലങ്ങളുണ്ട്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. വസന്തം, ഗ്രീഷ്മം, ശരത്കാലം, ശൈത്യകാലം ഒക്കെ മാറി വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സോളാർ സിസ്റ്റം, നമ്മുടെ സൗരയൂഥം. ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്കേ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് ഈ ചിത്രത്തിൽ മക്കൾ കാണുന്നത്? സൺ ആൻഡ് സെലസ്റ്റിയൽ ബോഡീസ് സച്ച് ആസ് പ്ലാനറ്റ്സ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളുമാണ് നമ്മൾ കാണുന്നത്. വിച്ച് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ? സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്.
വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഇൻ ദെയർ പാത്ത്? അവയുടെ സഞ്ചാരപാതയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ ബോക്സിൽ തന്നിട്ടുണ്ട്. ദി സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് എറൗണ്ട് ദ സൺ ഇൻ ഡെഫിനിറ്റ് പാത്സ് ആർ നോൺ ആസ് പ്ലാനറ്റ്സ്. അതായത് നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ്. ഹൗ മെനി പ്ലാനറ്റ്സ് ദാറ്റ് മൂവ് എറൗണ്ട് ദ സൺ? സൂര്യന് എത്ര ഗ്രഹങ്ങളാണ് മക്കളെ ഉള്ളത്? 8 ഗ്രഹങ്ങളാണുള്ളത്. 8. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ സൺ? സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മക്കളെ? ചിത്രത്തിൽ നോക്കിയേ, മെർക്കുറിയാണ് അല്ലേ, ബുധനാണ്. വിച്ച് പ്ലാനറ്റ് ഈസ് ദ ഫാദസ്റ്റ് ഫ്രം ദ സൺ? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രഹങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? മെർക്കുറിയാണ്. ദെൻ വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. നെക്സ്റ്റ് പേജ്. വിച്ച് സെലസ്ട്രിയൽ ബോഡി റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്? ഭൂമിയെ ചുറ്റുന്ന ആകാശഗോളം ഏതാണ് മക്കളെ? ഇറ്റ്സ് മൂൺ, ചന്ദ്രനാണല്ലേ. The celestial bodies that revolve around the planets are known as satellites. Moon is the satellite of the earth. അതായത് ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. സോളാർ സിസ്റ്റം ഈസ് ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ സൺ, ദി പ്ലാനറ്റ്സ് which revolve around the sun, satellites of these planets as well as many other celestial bodies. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റനേകം ആകാശവസ്തുക്കളും ഒക്കെ ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് ഹാവ് എ ട്രിപ്പ് ടു ദി സോളാർ സിസ്റ്റം. നമുക്ക് സൗരയൂഥത്തിലേക്ക് ഒരു യാത്ര പോയാലോ? വാട്ട് സൈറ്റ്സ് ക്യാൻ വി സീ ദെയർ? എന്തൊക്കെ കാഴ്ചകൾ നമുക്കവിടെ കാണാൻ കഴിയും? View the marvels of the sky using Stellarium app and write down your experiences in my environmental science diary. സ്റ്റെല്ലേറിയം ആപ്പ് എന്നൊരു ആപ്പുണ്ട്. അതുപയോഗിച്ച് ആകാശ കാഴ്ചകൾ കാണാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. കാഴ്ചയുടെ കുറിപ്പുകൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും വേണം. മൂൺ, സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്. ചന്ദ്രൻ, ഭൂമിയുടെ ഉപഗ്രഹം. ഡു യു സീ ദ മൂൺ ഇൻ ദ സ്കൈ? മകൾ ചന്ദ്രനെ ആകാശത്ത് കാണാറില്ലേ? യെസ്. ഡസ് ഇറ്റ് ഹാവ് ദ സെയിം ഷേപ്പ് എവറി ഡേ ഇൻ ദ സ്കൈ? എന്നാൽ എല്ലാ ദിവസവും ഒരേ ആകൃതിയിലാണോ കാണുന്നത്? നോ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയല്ലോ മക്കളെ. ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: എ സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ്, ബോൾ ഓർ ലെമൺ, ടോർച്ച് ഓർ മിറർ ആൻഡ് ത്രെഡ്. സമചതുര ആകൃതിയിൽ വശങ്ങളുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടി വേണം. പന്ത്, അതുമല്ലെങ്കിൽ നാരങ്ങ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം വേണം. ടോർച്ച് അല്ലെങ്കിൽ കണ്ണാടി, ഈ രണ്ടിലേതെങ്കിലും ഒരെണ്ണം വേണം. പിന്നെ ഒരു നൂല് കൂടി വേണം. ഇനി പ്രൊസീജിയർ നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന ക്രമമെന്ന്. ടേക്ക് എ സ്ക്വയർ കാർഡ്ബോർഡ് ബോക്സ്. Make 3 holes, each having 3 cm size at the center of all the 4 sides of the box. Hang a ball or lemon of about 3 cm size in the center of the box using a thread. Through any one of the holes in the box, light up the ball or lemon using a torch or mirror. Observe through the other holes. മനസ്സിലായോ? ഒരു സമചതുര പെട്ടിയുടെ 4 വശങ്ങളുടെയും മധ്യഭാഗത്ത് സെൻറ്ററിലായിട്ട് നടുക്കായിട്ട് 3 സെൻറ്റിമീറ്റർ വീതം വലിപ്പമുള്ള 3 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. പെട്ടിയുടെ മധ്യഭാഗത്തായിട്ട് സെൻറ്ററിലായിട്ട് വരത്തക്ക വിധം ഏകദേശം 3 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു പന്തോ അല്ലെങ്കിൽ നാരങ്ങയോ കെട്ടിത്തൂക്കിയിടണം. എന്നിട്ട് പെട്ടിയുടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ പന്തിലേക്ക് ടോർച്ചോ അതുമല്ലെങ്കിൽ ഇനി കണ്ണാടി ഉപയോഗിച്ചോ പ്രകാശം പതിപ്പിക്കണം. മറ്റു ദ്വാരങ്ങളിലൂടെ നിരീക്ഷിക്കണം. നെക്സ്റ്റ് പേജിൽ ഡ്രോ യുവർ ഒബ്സർവേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. മക്കൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചിത്രീകരിച്ച് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 12 ഹോൾസ് ടോട്ടൽ ഉണ്ടായിരുന്നു. 12 ഹോളിൽ കൂടിയും നോക്കിയപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കണ്ടതെന്ന് വരച്ച് ചേർക്കുക. റൈറ്റ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ത്രൂ വിച്ച് ഹോൾ ക്യാൻ യു സീ ദ മൂൺ കംപ്ലീറ്റ്ലി? പരീക്ഷണത്തിൻ്റെ കുറിപ്പ് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനെ പൂർണ്ണമായും കാണുന്നത് ഏത് ദ്വാരത്തിലൂടെ നോക്കുമ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 12th ഹോളാണ്. ത്രൂ വിച്ച് ഹോൾ ക്യാൻറ്റ് യു സീ ദ മൂൺ അറ്റ് ഓൾ? ചന്ദ്രനെ ഒട്ടും കാണാത്തത് ഏത് ഹോളിൽ കൂടി നോക്കുമ്പോഴാണ്? ഫസ്റ്റ് ഹോളിൽ കൂടി നോക്കുമ്പോഴാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് നോട്ട് കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. എയിം
To show why the moon looks different on different days. Materials required: cardboard box, bowl or lemon, thread, torch or mirror. Procedure: take a cardboard box and make holes on its sides. Hang a bowl or lemon in the center using a thread. Shine a torch through one hole. Observe the bowl through the other holes. Observation: the bowl looks full, half, partially bright or dark when seen from different holes. Conclusion: the moon appears in different shapes because it revolves around the earth and we see only the sunlit part. നെക്സ്റ്റ് ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നിരീക്ഷിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ദി മൂൺസ് മൂവ്മെൻറ്റ് ആൻഡ് ഫേസസ്. ചന്ദ്രൻ്റെ ചലനങ്ങളും ഓരോ ഫേസസുമാണ്, അത് കടന്നു പോകുന്ന ഓരോ ഫേസസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ചന്ദ്രൻ്റെ ഫേസസ് എല്ലാം ഒരുപോലെയാണോ മക്കളെ? അല്ല അല്ലേ. ദി ഫേസസ് ഓഫ് ദ മൂൺ ആർ കോസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ റിലേറ്റഡ് ടു എർത്ത് ആൻഡ് സൺ. When the entire sunlit side faces earth, we see a full moon. When the sunlit side faces away, we cannot see the moon. New moon കാണാൻ സാധിക്കില്ല. Next page. The full moon is the day in which the entire illuminated part of the moon is visible from the earth. മനസ്സിലായോ? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ദിവസത്തെയാണ് പൗർണമി അഥവാ ഫുൾ മൂൺ എന്ന് പറയുന്നത്. പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? വെളുത്ത വാവെന്നും നമ്മൾ പൗർണമിയെ പറയും. അതായത് ചന്ദ്രൻ സൂര്യപ്രകാശമേറ്റ് പൂർണ്ണമായ തിളക്കത്തോടെ ഭൂമിക്ക് കാണാനാവുന്ന രീതിയിൽ വരുന്ന ദിവസമാണ് പൗർണമി, ദി ഫുൾ മൂൺ ഡേ. Let's examine the position of the sun, the earth and the moon on a full moon day. പൗർണമി ദിനത്തിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനക്രമം എങ്ങനെയാണെന്ന് ചിത്രത്തിൽ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദി പിക്ചർ. സൺ കണ്ടോ? തൊട്ടടുത്തായിട്ട് എർത്തും മൂണും കൊടുത്തിട്ടുണ്ട്. When the earth is in between the sun and the moon, the illuminated part of the moon is facing the earth. മനസ്സിലായോ മക്കൾക്ക്? സൂര്യനും ചന്ദ്രനും ഇടയിലായിട്ട് ഭൂമി വരുമ്പോൾ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമായിരിക്കും. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിക്കേ. ഇവിടെ വന്നപ്പോഴുണ്ടായ മാറ്റം എന്താണ് മക്കളെ? എന്ത് ചേഞ്ചാണ്? സണ്ണിനും എർത്തിനും ഇടയിലായിട്ട് മൂൺ വരുന്നു. ഇൻ ബിറ്റ്വീൻ മൂൺ വരികയാണ്. വായിച്ചു നോക്കാം. വെൻ ദ മൂൺ ഈസ് ഇൻ ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി എർത്ത്, ദ നോൺ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ ഫേസിംഗ് ദ എർത്ത് അപ്പിയേഴ്സ് ഡാർക്ക്. അതായത് സൂര്യനും ഭൂമിക്കും ഇടയിലായിട്ട് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം പതിക്കാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായിരിക്കും. തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് ഫുൾ മൂൺ ഡേ എന്താണെന്നായിരുന്നു. നെക്സ്റ്റ് പറയുന്നത് ന്യൂ മൂൺ ഡേ എന്താണെന്നാണ്. ദി ഡേ ഇൻ വിച്ച് ദ മൂൺ ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു അസ് ഈസ് കോൾഡ് ന്യൂ മൂൺ ഡേ. അതായത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഒട്ടും തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത ദിവസമാണ് ഈ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്, അഥവാ അമാവാസി എന്ന് പറയുന്നത്. കറുത്ത വാവെന്ന് മക്കൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഇരുണ്ടതായിട്ട് കാണപ്പെടും. സോ മക്കളെ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഫുൾ മൂൺ മീൻസ് പൂർണ്ണചന്ദ്രനാണ്, പൗർണമിയാണ്, അല്ലെങ്കിൽ വെളുത്ത വാവാണ്. ചന്ദ്രൻ സൂര്യപ്രകാശമേറ്റ് പൂർണ്ണമായിട്ടും തിളക്കത്തോടെ ഭൂമിക്ക് കാണാനാവുന്ന രീതിയിൽ വരുന്നതാണ് ഫുൾ മൂൺ. ഇനി ന്യൂ മൂൺ എന്നാൽ അമാവാസിയാണ്, അല്ലെങ്കിൽ കറുത്തവാവാണ്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരികയും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഇരുണ്ടതായിട്ട് കാണപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് പേജ്. ഫൈൻഡ് ഔട്ട് ദി റീസൺസ് ഫോർ ദ ഫുൾ മൂൺ ആൻഡ് ദ ന്യൂ മൂൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ചന്ദ്രനെ പൂർണ്ണമായി കാണുന്ന രാത്രികളും തീരെ കാണാൻ സാധിക്കാത്ത രാത്രികളും ഉണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന് കണ്ടെത്തി മക്കളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എഴുതാം. ദി മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. ദി മൂൺ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഓഫ് ദ ലൈറ്റ് ഫ്രം ദി സൺ. ചന്ദ്രൻ ഭൂമിയെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. ന്യൂ മൂൺ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓൺ എ ന്യൂ മൂൺ ഡേ ദി മൂൺ comes between the sun and the earth. The side of the moon facing the earth is dark, so we cannot see the moon. Next, full moon എന്താണെന്ന് നോക്കാം. On a full moon day, the earth comes between the sun and the moon. The whole face of the moon facing the earth is lit by the sun, so we can see a full moon.
ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ മക്കളെ? ദി ചേഞ്ചിങ് പൊസിഷൻ ഓഫ് ദി സൺ, എർത്ത് ആൻഡ് മൂൺ കോസ് ദ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ. ഓക്കെ, നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് നോക്കാം മക്കളെ. ഒബ്സർവ് ദ മൂൺ ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ട്രൈ ടു ഒബ്സർവ് ദി മൂൺ അറ്റ് ദി സെയിം ടൈം എവറി ഡേ. ഡ്രോ ദി ഷേപ്പ് ഓഫ് ദി മൂൺ സീൻ ഈച്ച് നൈറ്റ്. അമാവാസി മുതൽ പൗർണമി വരെ ചന്ദ്രനെ നിരീക്ഷിക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് നിരീക്ഷിക്കുവാൻ ശ്രദ്ധിക്കണം. ഓരോ രാത്രിയിലും കാണുന്ന ചന്ദ്രൻ്റെ ചിത്രവും വരച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും സെയിം ടൈമിൽ തന്നെ ഒബ്സർവ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 7 PM ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ 7 PM. ഷേപ്പ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത് ന്യൂ മൂണാണ്, നോട്ട് വിസിബിൾ ആയിരിക്കും. 4th ഡേ ആകുമ്പോൾ 7 PM ക്രസൻറ്റ് മൂണാണ് കാണാൻ സാധിക്കുക. 7th ഡേ ആകുമ്പോൾ ഹാഫ് മൂൺ ആകുന്നു. 10th ഡേയിൽ അത് നിയർലി ഫുൾ മൂൺ ആകുന്നു. 11th ഡേയിൽ ഓൾമോസ്റ്റ് ഫുൾ മൂൺ ആയി കഴിഞ്ഞു. 12th ഡേയിൽ ഫുൾ മൂണായിട്ട് കാണാൻ സാധിക്കും. മക്കൾ ദേ ഇതേപോലെ ചിത്രങ്ങൾ കൂടി വരച്ച് ചേർക്കുക. ഓക്കെ, നെക്സ്റ്റ് യു ക്യാൻ ഒബ്സർവ് ദി മൂൺ യൂസിങ് ദി സ്റ്റെല്ലറി മാപ്പ് ഓൾസോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റെല്ലറി മാപ്പ് ഉപയോഗിച്ചും ചന്ദ്രനെ നിങ്ങൾക്ക് നിരീക്ഷിക്കാം. നെക്സ്റ്റ് ടു ദി മൂൺ, ചന്ദ്രനിലേക്ക് ചിത്രങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒബ്സർവ് ദി പിക്ചേഴ്സ്. ഈ 4 ചിത്രങ്ങളും എന്തൊക്കെയാണെന്നും മക്കൾക്ക് മനസ്സിലായോ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് കളക്ട് മോർ ഇൻഫോർമേഷൻ ബേസ്ഡ് ഓൺ ദീസ് പിക്ചേഴ്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ ക്ലാസ് എന്നാണ്. അതായത് ഈ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മക്കളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നിരിക്കുന്ന പിക്ചർ ആരാണ് മക്കളെ? നീൽ ആംസ്ട്രോങ് ആണല്ലേ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നീൽ ആംസ്ട്രോങ്, റിസർച്ച് പൈലറ്റ്, ആസ്ട്രോനറ്റ് ആൻഡ് ഫസ്റ്റ് മാൻ ടു സെറ്റ് ഫുട്ട് ഓൺ ദ മൂൺ ഡ്യൂറിംഗ് ദി അപ്പോളോ 11 മിഷൻ. നെക്സ്റ്റ് പിക്ചർ എന്താണ് മക്കളെ? സർഫേസ് ഓഫ് മൂൺ ആണ്. ചന്ദ്ര ഉപരിതലമാണ്. നെക്സ്റ്റ് പിക്ചർ തന്നിരിക്കുന്നത് ചന്ദ്ര ഉപരിതലമാണ്, സർഫേസ് ഓഫ് മൂൺ. ദിസ് പിക്ചർ ഷോസ് ദ സർഫേസ് ഓഫ് ദി മൂൺ. ദി മൂൺ ഹാസ് മെനി ഹോൾസ് കോൾഡ് ക്രേറ്റേഴ്സ്. ഈ ചന്ദ്ര ഉപരിതലത്തിൽ ധാരാളം ഹോൾസ്, ഗർത്തങ്ങൾ കാണപ്പെടും. അവ അറിയപ്പെടുന്നത് ക്രേറ്റേഴ്സ് എന്നാണ്. ദർ ഈസ് നോ എയർ ഓർ വാട്ടർ ഓൺ ദ മൂൺ. ചന്ദ്രനിൽ വായുവോ ജലമോ ഇല്ല. തേർഡ് പിക്ചർ അപ്പോളോ 11 ആണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ടുക്ക് ഹ്യൂമൻസ് ടു ദി മൂൺ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് ആണ് അപ്പോളോ 11. ആസ്ട്രോനട്സ് ലാൻഡഡ് ഓൺ ദ മൂൺ യൂസിങ് അപ്പോളോ 11. ഫോർത്ത് പിക്ചർ തന്നിരിക്കുന്നത് ചാന്ദ്രയാൻ 3 ആണ് കേട്ടോ മക്കളെ. ഇന്ത്യാസ് മൂൺ മിഷൻ. ഇറ്റ് ലാൻഡഡ് സേഫ്ലി ഓൺ ദി മൂൺ. ഇറ്റ് ഹെൽപ്സ് അസ് ലേൺ മോർ അബൌട്ട് ദി മൂൺ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡു യു സെലിബ്രേറ്റ് മൂൺ ഡേ ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിക്കാറില്ലേ? ഉണ്ടല്ലോ. യെസ്, മൂൺ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ അവർ സ്കൂൾ. എന്നാണ് മക്കളെ മൂൺ ഡേ? എന്താണ് മൂൺ ഡേയുടെ പ്രത്യേകത? ജൂലൈ 20 മൂൺ ഡേ ആയിട്ട്, ചാന്ദ്രദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ് ചാന്ദ്രദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഇൻ്റർനാഷണൽ മൂൺ ഡേ എന്ന് പറയുന്നത് ജൂലൈ 20. ദിസ് മാർക്സ് ദ ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ലാൻഡിംഗ് ബൈ ഹ്യൂമൻസ് ഓൺ ദ മൂൺ ആസ് പാർട്ട് ഓഫ് ദ അപ്പോളോ 11 ലൂണാർ മിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആക്ടിവിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് ഇൻ യുവർ സ്കൂൾ റിലേറ്റഡ് ടു മൂൺ ഡേ? കളക്ട് ദ ഡീറ്റെയിൽസ് ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ സ്കൂളിൽ നടത്താറുള്ളത്? വിവരങ്ങൾ ശേഖരിച്ചൊരു മാഗസിൻ, പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് സ്കൂളിൽ ചെയ്യാം? ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഓൺ മൂൺ ഡേ: ഡ്രോയിങ് ആൻഡ് കളറിംഗ് പിക്ചേഴ്സ് ഓഫ് ദി മൂൺ, മേക്കിംഗ് മോഡൽസ് ഓഫ് ദി മൂൺ ആൻഡ് റോക്കറ്റ്സ്, ക്വിസ് ആൻഡ് സ്പീച്ചസ് അബൌട്ട് ദി മൂൺ, എക്സിബിഷൻ ഓൺ സ്പേസ് മിഷൻസ്. Next, let us observe the moon in the next full moon day. Use binoculars to observe the moon. Write down your observations in my environmental science diary. ഇനി അടുത്ത പൗർണമി രാവിൽ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ എന്നാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. ബൈനോക്കുലേഴ്സ് ഉപയോഗിച്ച് കൂടി നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബൈനോക്കുലേഴ്സ് അറിയാലോ, ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നിരീക്ഷിച്ച വിവരങ്ങൾ മക്കളുടെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതണമെന്ന് ഞാനൊരു സിമ്പിൾ മോഡൽ തരാം. മക്കൾ ഒന്നുകൂടി നന്നായിട്ട് നിരീക്ഷിച്ച ശേഷം എഴുതുക. ഓൺ ദി ഫുൾ മൂൺ ഡേ ഐ ഒബ്സർവ് ദി മൂൺ യൂസിങ് ബൈനോക്കുലേഴ്സ്. ദി മൂൺ ലുക്ക്ഡ് റൗണ്ട് ആൻഡ് ബ്രൈറ്റ്. I could see dark spots and craters on the moon. The moon looked very beautiful in the night sky.
നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ മക്കളെ, ദി മൂൺ ഈസ് ദ ഓൺലി സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ഹ്യൂമൻസ് ഹാവ് എവർ സെറ്റ് ഫുട്ട് ഓൺ. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദർ ആർ മെനി ഹിൽസ് ആൻഡ് ക്രേറ്റേഴ്സ് ഓൺ ദി മൂൺ. ഈവൻ ടുഡേ എഫേർട്സ് ആർ ബീയിങ് മെയ്ഡ് ബൈ മാൻ ടു നോ മോർ അബൌട്ട് ദി മിസ്റ്ററീസ് റിലേറ്റഡ് ടു ദി മൂൺ. അതായത് മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ചന്ദ്രനിൽ ധാരാളം കുന്നുകളും കുഴികളും ഗർത്തങ്ങളും ഒക്കെ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രനിലെ രഹസ്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾ ഇന്നും മനുഷ്യൻ നടത്തി വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ ഈസ് നോൺ ആസ് സെലനോളജി. ദി സ്റ്റഡി ഓഫ് ദ സർഫസ് ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ ഈസ് കോൾഡ് സെലനോഗ്രാഫി. അതായത് ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സെലനോളജി. ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും ഭൗതിക സവിശേഷതകളെക്കുറിച്ചുമുള്ള പഠനമാണ് സെലനോഗ്രഫി. നെക്സ്റ്റ് വൺ കലണ്ടർ ആണ്. കലണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കലണ്ടർ? എന്താണ് കലണ്ടറിൻ്റെ ഉപയോഗം? എന്തിനാണ് നമ്മൾ കലണ്ടർ ഉപയോഗിക്കുന്നത് മക്കളെ? A calendar helps us to know the days, dates, months and year. കലണ്ടർ എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്? ദിവസങ്ങളും തീയതികളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ അറിയാൻ നമ്മെ സഹായിക്കുന്നത് കലണ്ടറാണ്. Write down the names of English months using the calendar in your classroom. നിങ്ങളുടെ ക്ലാസ്സിലെ കലണ്ടർ പരിശോധിച്ചിട്ട് ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വീടുകളിലും ക്ലാസ് മുറികളിലും ഓഫീസിലും എന്നുവേണ്ട എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കലണ്ടർ എന്ന് പറയുന്നത്. മക്കൾക്ക് മാസങ്ങളുടെയൊക്കെ പേര് ഓൾറെഡി ബൈ ഹാർട്ടാണെന്ന് എനിക്കറിയാം. നമുക്ക് എഴുതി നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ടോട്ടൽ എത്ര മന്ത്സ് ഉണ്ട് മക്കളെ? എത്ര മാസങ്ങളുണ്ട്? 12 months, 12 മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങൾ ചേരുമ്പോഴാണ് ഒരു വർഷം ആകുന്നത്, 1 year ആകുന്നത്. ഓക്കെ, ഇൻ വിച്ച് മന്ത് ഓഫ് ദി ഇംഗ്ലീഷ് കാലണ്ടർ ഡസ് ടുഡേ ഒക്യൂർ? ഇന്നത്തെ ദിവസം ഏത് ഇംഗ്ലീഷ് മാസത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജനുവരി മാസമല്ലേ? സോ ടുഡേ ഒക്യൂർസ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. Likewise, you know that there are Malayalam months also. Let's sing a song including the names of Malayalam months. ഇംഗ്ലീഷ് മാസങ്ങളെ പോലെ തന്നെ മലയാളം മാസങ്ങളും ഉണ്ടെന്ന് മക്കൾക്കറിയാമല്ലോ. മലയാള മാസങ്ങളെ ഉൾപ്പെടുത്തി ഒരു പാട്ട് പാടിയാലോ? നെക്സ്റ്റ് പേജിലേക്ക് പോകാം. മന്ത്സ് ആൻഡ് റെയിൻ. മാസങ്ങളും മഴയും. ചിന്നി ചിന്നി ചിങ്ങമഴ, മിന്നി മിനുങ്ങി കന്നിമഴ, തൂക്കം നോക്കി തുലാമഴ, വൃശ്ചികമായാൽ കുളിരുമഴ, ധനുമകരത്തിൻ മഞ്ഞുമഴ, കുംഭം മീനം ആവിമഴ, മേടം നേടി പുതിയ മഴ, പുതുവർഷത്തിൻ ഹർഷമഴ, ഇടിപൊടി ഇടിപൊടി ഇടവമഴ, ധിമിധിമി തദ്ധിമി മിഥുനമഴ, തക്കിട തരികിട കർക്കിടകം, തിരുമുറിയാത്തൊരു വികൃതിമഴ. ഓരോ മലയാള മാസങ്ങളും ഓരോ മാസത്തിലും ഏതൊക്കെ തരത്തിലുള്ള മഴയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ലഭിക്കുന്നതെന്നും ഈ പാട്ടിൽ വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് പേജ് നോക്കിയേ മക്കളെ. വിച്ച് ആർ ദ മന്ത്സ് മെൻഷൻഡ് ഇൻ ദിസ് റെയിൻ സോങ്? ഏതൊക്കെ മാസങ്ങളാണ് ഈ മഴപ്പാട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഏതൊക്കെയാണ് മക്കളെ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ദീസ് ആർ ദി മലയാളം മന്ത്സ് ദാറ്റ് കം അണ്ടർ ദി കൊല്ലവർഷ കലണ്ടർ. കൊല്ലവർഷ കലണ്ടറിൽ വരുന്ന മലയാള മാസങ്ങൾ ഇവയൊക്കെയാണ്. നെയിം ദി മലയാളം മന്ത്സ് ബൈ റെഫറിങ് ദി കലണ്ടർ. മലയാള മാസങ്ങളുടെ പേരുകൾ കലണ്ടർ നോക്കി കണ്ടെത്താനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. കലണ്ടർ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ വിച്ച് മന്ത് ഓഫ് ദി കൊല്ലവർഷ കലണ്ടർ ഡസ് ടുഡേ ഒക്യൂർ? ഇന്നത്തെ ദിവസം ഏതു മലയാള മാസത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മകരം. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂബി ആൻഡ് സൂര്യ. ജൂബിയും സൂര്യയും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് വായിച്ചു നോക്കാം മക്കളെ. ജൂബി, ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ശകവർഷം ഇൻ ദിസ് കലണ്ടർ. ജൂബി, കലണ്ടറിൽ ശകവർഷം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. യെസ് സൂര്യ, ഹിജറ വർഷം ഈസ് ഓൾസോ മാർക്ക്ഡ് ഹിയർ. അതേ സൂര്യ, ഹിജറ വർഷമെന്നും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജ്. ലെറ്റ്സ് എക്സാമിൻ ദി നമ്പേഴ്സ് ഇൻ എ കോളം ഓഫ് ദി കാലണ്ടർ ഫോർ ദ മന്ത് ഓഫ് നവംബർ 2025 ടു ക്ലാരിഫൈ ദി ഡൗട്ട്സ് ഓഫ് ജൂബി ആൻഡ് സൂര്യ. ജൂബിയുടെയും സൂര്യയുടെയും സംശയ നിവാരണത്തിനായി നമുക്ക് 2025 നവംബർ മാസത്തിലെ കലണ്ടറിലെ ഒരു കോളം നിരീക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പിക്ചർ നോക്കിയേ മക്കളെ. കലണ്ടറിൻ്റെ ഒരു പേജാണ്
24 എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് 3 ഉണ്ട്, താഴെയായിട്ട് 2 ഉണ്ട്, റൈറ്റ് ബോട്ടമിൽ 8 എന്നും എഴുതിയിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഡേറ്റ് ഇൻ ദ കോളം ഗിവൺ എബോവ്? മുകളിൽ തന്നിരിക്കുന്ന കോളത്തിലെ തീയതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ടുള്ള തീയതി 24 ആണ്, 24. വിച്ച് ആർ ദ അതർ നമ്പേഴ്സ് ഇൻ ദി കോളം? വോട്ട് ഡു ദേ റെപ്രസെൻറ്റ്? അങ്ങനെയെങ്കിൽ മറ്റു സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുവെന്നും ചോദിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ തന്നെ തന്നിട്ടുണ്ട്. 24 എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ 2025 നവംബർ 24 എന്നുള്ളത്. 8 എന്താണ് മക്കളെ? കൊല്ലവർഷമാണ്. 1201 വൃശ്ചികം. കൊല്ലവർഷം 1201 വൃശ്ചികം എന്നുള്ളത്. 3 എന്താണ്? ശക ഇയറാണ്. ശകവർഷം 1947 അഗ്രഹായന. 1947 അഗ്രഹായനം. ലാസ്റ്റ് 2 എന്താണ്? ഹിജ്റ ഇയറാണ്. ഹിജ്റ വർഷം. 1447 ജമാദുൽ ആഖിർ. 1447 ജമാദുൽ ആഖിർ എന്നാണ് 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് കോളം നോക്കിയേ. ദ അതർ നമ്പേഴ്സ് ഗിവൺ ഇൻ സ്മോളർ ഫോണ്ട് സൈസ് ഇൻ ദ കോളം ഓഫ് ദ ഇംഗ്ലീഷ് കലണ്ടർ റെപ്രസെൻറ്റ് ദി ഡേ ഇൻ കൊല്ലവർഷം, ശക ഇയർ ആൻഡ് ഹിജ്റ ഇയർ. മനസ്സിലായല്ലോ മക്കളെ? ഇംഗ്ലീഷ് കലണ്ടറിലെ ഒരു കോളത്തിൽ വലുപ്പം കുറഞ്ഞ അക്കങ്ങളിലായി കൊല്ലവർഷം, ശകവർഷം, ഹിജ്റ വർഷം തുടങ്ങിയ കലണ്ടർ പ്രകാരമുള്ള തീയതികളും രേഖപ്പെടുത്താറുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഒബ്സർവ് ടുഡേയ്സ് ഡേറ്റ് ഇൻ ദി കാലണ്ടർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോവിങ് ടേബിൾ. കലണ്ടറിൽ ഇന്നത്തെ തീയതി നിരീക്ഷിച്ചിട്ട് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കലണ്ടർ, ഇയർ, മന്ത്, ഡേ. കലണ്ടറും വർഷവും മാസവും ദിവസവും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് കലണ്ടറിൽ ഗ്രിഗോറിയൻ ഇയർ, കൊല്ലവർഷം, ശകവർഷം, ഹിജ്റ വർഷം ഇത്രയും രേഖപ്പെടുത്തണം. ഏതൊക്കെ വർഷമാണെന്ന് കറക്റ്റായിട്ട് മന്തും ഡേയും രേഖപ്പെടുത്തണം. സോ ടുഡേയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജാനുവരി 23 ആണ്. ഇനി നമുക്ക് ഓരോ ഇയറും മന്തും ഡേയും എഴുതാം. ഗ്രിഗോറിയൻ ഇയർ എന്ന് പറയുന്നത് 2026 ആണ്. മന്ത് ജനുവരി ആണ്. ഡേ ഫ്രൈഡേ. കൊല്ലവർഷമാകുമ്പോൾ 1201 ആവും ഇയർ. മന്ത് മകരം, ഡേ ഫ്രൈഡേ തന്നെ. കാലണ്ടർ ശക ഇയർ ആകുമ്പോൾ ഇയർ വരുന്നത് 1947 ആണ്. മന്ത് മാഘമാണ്. ഡേ ഫ്രൈഡേ തന്നെ. ഹിജ്റ ഇയറിൽ വരുമ്പോൾ ഇയർ വരുന്നത് 1447 ആണ്. മന്ത് ഷഅബാനാണ്. ഡേ ഫ്രൈഡേ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നത് മാർക്ക് ട്രൂ ഓർ ഫോൾസ് യൂസിങ് ടിക്ക് ഇൻ ടു സിമ്പിൾസ്. ശരിയോ തെറ്റോ എന്ന് അടയാളമിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം മക്കളെ. ഈച്ച് കലണ്ടർ ഹാസ് മന്ത്സ് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ്. ഓരോ കലണ്ടറിനും വിവിധ പേരുകളിലുള്ള മാസങ്ങളുണ്ട്. ട്രൂ ആണല്ലേ? ശരിയാണ്. ടിക്കിടാം. സെക്കൻഡ് വൺ, ദി നമ്പർ ഓഫ് മന്ത്സ് ഇൻ ദി കൊല്ലവർഷ കലണ്ടർ ആൻഡ് ഗ്രിഗോറിയൻ കലണ്ടർ ആർ ഡിഫറെൻറ്റ്. കൊല്ലവർഷത്തിലും ഗ്രിഗോറിയൻ വർഷത്തിലും മാസങ്ങളുടെ എണ്ണം വ്യത്യാസമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാസങ്ങളുടെ എണ്ണം വ്യത്യാസമാണോ? അല്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻറ്റു മാർക്ക് ചെയ്യുക. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ശക ഇയർ ഈസ് അനദർ നെയിം ഫോർ കൊല്ലവർഷം. കൊല്ലവർഷത്തിൻ്റെ മറ്റൊരു പേരാണ് ശകവർഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ആണോ? അല്ല. സോ ഇതും ഫോൾസ് ആണ്. ഫോർത്ത് വൺ, ഇംഗ്ലീഷ് കാലണ്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രിഗോറിയൻ കലണ്ടർ. ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും വിളിക്കാറുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ? ടിക്കിട്ടോളൂ. ഫിഫ്ത്ത് വൺ, ലാസ്റ്റ് വൺ നോക്കാം. മലയാളം മന്ത്സ് കം അണ്ടർ കൊല്ലവർഷം. മലയാള മാസങ്ങൾ കൊല്ലവർഷത്തിലാണ് വരുന്നതെന്നാണ്. കൊല്ലവർഷത്തിൻ്റെ അണ്ടറിലാണുള്ളത്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൂ ആണ്. ടിക്കിടാം. യൂസിങ് calendar of the current year, find out the number of days in the months of English calendar and കൊല്ലവർഷ calendar. അതായത് ഈ വർഷത്തെ കലണ്ടർ നിരീക്ഷിച്ച് ഇംഗ്ലീഷ് മാസങ്ങളിലും മലയാളം മാസങ്ങളിലും വരുന്ന ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തി നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. January 31 days, February 29 or 28 days, March 31 days, April 30 days, May 31 days, June 30 days, July 31 days, August 31 days, September 30 days, October 31 days, November 30 days and December 31 days. നെക്സ്റ്റ് നമുക്ക് മലയാളം മന്ത് നോക്കാം. ചിങ്ങം
31 days, കന്നി 31 days, തുലാം 30 days, വൃശ്ചികം 29 days, ധനു 29 days, മകരം 30 days, കുംഭം 30 days, മീനം 30 days, മേടം 31 days, ഇടവം 31 days, മിഥുനം 31 days ആൻഡ് കർക്കിടകം 31 days. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ കംപ്ലീറ്റഡ് ടേബിൾ. നമ്മളിപ്പോൾ പൂർത്തിയാക്കിയ പട്ടികയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ തയ്യാറാക്കാം. ഇൻ വിച്ച് മന്ത് ഡസ് ദ മലയാളം ഇയർ, കൊല്ലവർഷം, ബിഗിൻ? ഏത് മാസത്തിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്? ഏത് മാസത്തിലാണ് മക്കളെ? ചിങ്ങം. വിച്ച് മന്ത് ഇൻ ദ ഇംഗ്ലീഷ് ഇയർ ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്? ഏറ്റവും കുറവ് ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂഷ്വലി ഫെബ്രുവരി ഹാസ് ലീസ്റ്റ് ഡേയ്സ്. ഫെബ്രുവരിയിലാണ് കുറവ് ദിവസം വരുന്നത്, 28 അല്ലെങ്കിൽ 29. നെക്സ്റ്റ് പേജ്. വിച്ച് മന്ത്സ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം? അതായത് തുല്യ ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസങ്ങളും കൊല്ലവർഷ മാസങ്ങളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജാനുവരിയും ചിങ്ങവും സെയിം ഡേയ്സ് ആണ്. അതായത് ജനുവരിയിൽ 31 ഉണ്ട്, ചിങ്ങത്തിലും 31 ഉണ്ട്. ജൂൺ ആൻഡ് മകരം 30 ഡേയ്സ് ആണ്. ഒക്ടോബർ ആൻഡ് ഇടവം 31 ഡേയ്സ് ആണ്. ഡിസംബർ ആൻഡ് കർക്കിടകം 31 ഡേയ്സ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡിവൈഡിങ് ദി ക്ലാസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, കണ്ടക്ട് എ ക്വിസ് ബേസ്ഡ് ഓൺ ദീസ് ക്വസ്റ്റ്യൻസ്. തയ്യാറാക്കിയ ചോദ്യങ്ങളൊക്കെ വെച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കുള്ളത് അസസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ്സ് അസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. ലോജിക്കലി കണക്ട് ദ ടേംസ് ഗിവൺ ഇൻ ദ ഫോളോവിങ് ടേബിൾ. താഴെ പറയുന്നവയിൽ ശരിയായ ആശയങ്ങളെ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? മൂണാണ്, ചന്ദ്രൻ. നെക്സ്റ്റ് നവംബർ. നവംബറിൽ എത്ര ഡേയ്സ് ഉണ്ട്? 30 ഡേയ്സ്. നെക്സ്റ്റ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളുടെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, 8 ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ 8 എണ്ണമാണ്. ഓക്കെ. നെക്സ്റ്റ് 1 ഇയർ. 1 ഇയർ എന്ന് പറയുന്നത് 365 ദിവസമാണ്. സോ 365 ഡേയ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് വൺ. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ജൂപ്പിറ്റർ. നെക്സ്റ്റ് പേജ്. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ പസിൽ ആൻഡ് പ്രിപ്പയർ യുവർ ഓൺ പസിൽസ് ഫ്രം ദി യൂണിറ്റ്. പദപ്രശ്നം പൂർത്തിയാക്കണം. തന്നിരിക്കുന്ന പദപ്രശ്നം അതുമാത്രമല്ല, പുതിയ പദപ്രശ്നങ്ങൾ നമ്മൾ പഠിച്ച യൂണിറ്റിൽ നിന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ പസിൽ നോക്കാം. ഡൗൺ. ഫസ്റ്റ് വൺ. ദി ഡേ ഇൻ വിച്ച് വി കാൺട്ട് സീ ദ മൂൺ അറ്റ് ഓൾ. ചന്ദ്രനെ തീരെ കാണാൻ കഴിയാത്ത ദിവസം, ന്യൂ മൂണാണ്. സെക്കൻഡ് വൺ. ദി പ്ലാനറ്റ് വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദി എർത്ത്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം വീനസ് ആണ്. തേർഡ് വൺ. ദി മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ആകാശഗോളങ്ങളുടെ സ്വയം കറക്കത്തെ എന്താണ് പറയുന്നത്? റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ. ദി സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് എറൗണ്ട് ദി സൺ ഇൻ എ ഡെഫിനിറ്റ് പാത്ത്. നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളത്തെ പറയുന്ന പേരെന്താണെന്ന്? പ്ലാനറ്റ്സ്. സിക്സ്ത് വൺ. ദി പ്ലാനറ്റ് ഇൻ വിച്ച് വി ലീവ്. നാം വസിക്കുന്ന ഗ്രഹം ഏതാണ് മക്കളെ? എർത്താണ്. 7. ദി മലയാളം മന്ത് ഇൻ വിച്ച് വി സെലിബ്രേറ്റ് വിഷു. നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ഏതാണ്? മേടമാസം, മേടം. 8th വൺ. എ മന്ത് ഇൻ കൊല്ലവർഷം, 5 letters. 5 അക്ഷരങ്ങളുള്ള കൊല്ലവർഷത്തിലെ ഒരു മാസമാണ് ചോദിച്ചിരിക്കുന്നത്. കന്നി. 9th വൺ. ദി മന്ത് ഇൻ വിച്ച് ദ സ്കൂൾസ് റീഓപ്പൺ ഇൻ കേരള. കേരളത്തിൽ സ്കൂൾ തുറക്കുന്ന മാസം ഏതാണ്? ജൂൺ ആണ്. താഴേക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡൗണിലോട്ടുള്ള അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ദി ഫസ്റ്റ് മന്ത് ഇൻ ദ ഗ്രിഗോറിയൻ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജനുവരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ദ റൈറ്റ് ആണ്, വലത്തോട്ട്. 5th വൺ. ദി ഡേ ഇൻ വിച്ച് വി ക്യാൻ സീ ദ എൻറ്റയർ ഇലൂമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ. പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്ന ദിവസം ഏതാണ്? ഫുൾ മൂണാണ്. 11th വൺ. എ പ്ലാനറ്റ്, മാർസ്. 12th വൺ. ദി മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് അറൗണ്ട് ദി സൺ. റെവല്യൂഷനാണ്, ആകാശഗോളങ്ങളുടെ പ്രദക്ഷിണം. 13. ദി സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് മക്കളെ? മൂണാണ്. 14. ദി സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മൂവ്സ് അറൗണ്ട് എ പ്ലാനറ്റ്. എന്താണ്? സാറ്റലൈറ്റ് ആണ്. ലാസ്റ്റ് വൺ. 15. ദി പ്ലാനറ്റ് വിത്ത് റിങ്സ്. വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? സാറ്റേൺ ആണ്, ശനി.
നെക്സ്റ്റ് പേജ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഉണ്ട്. യൂസിങ് ദി കലണ്ടർ ഐഡൻറ്റിഫൈ എനി വൺ ഓഫ് ദ മന്ത്സ് ഇൻ വിച്ച് ദ ഡേയ്സ് മാർക്ക്ഡ് ആസ് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ. മനസ്സിലായോ മക്കളെ? കലണ്ടറിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ പൗർണമിയും അമാവാസിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ വർഷത്തെ കലണ്ടറാണ്, 2026 ജനുവരി മാസം. ഇവിടെ ജനുവരി 3 സാറ്റർഡേയിൽ കണ്ടോ മക്കളെ ഒരു വൈറ്റ് റൗണ്ട് കൊടുത്തിരിക്കുന്നത്? അതാണ് ഫുൾ മൂൺ ഡേ എന്ന് പറയുന്നത്. 18 കണ്ടോ ബ്ലാക്ക് റൗണ്ട് കൊടുത്തിരിക്കുന്നത്? അതാണ് ന്യൂ മൂൺ ഡേ. സോ ജനുവരി 3 പൗർണമി, 18 അമാവാസി. ഇനി കൊടുത്തിരിക്കുന്നത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, ദി മൂൺ ഈസ് എ സെലസ്റ്റിയൽ ബോഡി ദാറ്റ് മേക്സ് അസ് വെരി ഹാപ്പി. സ്റ്റഡീസ് അബൌട്ട് ദി മൂൺ ആൻഡ് ജേർണീസ് ടു ദ മൂൺ ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ലൂണാർ മിഷൻസ് ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ. നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളും യാത്രകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാന്ദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കളക്ട് ന്യൂസ് ആൻഡ് പിക്ചേഴ്സ് ഫ്രം ദ മീഡിയ അബൌട്ട് സ്പേസ് മിഷൻസ് ആൻഡ് പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം. മാധ്യമങ്ങളിൽ വരുന്ന ബഹിരാകാശ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ശേഖരിച്ച് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി, കൺസ്ട്രക്ട് മോഡൽസ് ഓഫ് റോക്കറ്റ്സ് യൂസിങ് മെറ്റീരിയൽസ് എറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് റോക്കറ്റിൻ്റെ മാതൃകകൾ നിർമ്മിക്കുക. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്.